Hi friends, one-dimensional potential step. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ പൊട്ടൻഷ്യൽ. അപ്പം ഈ സ്ക്വയർ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വാള് x=L/(-L/2) റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് കിട്ടും. ഇഫ് വി റിമൂവ് ദ വാൾ x=-L/(2) -a of the finite square well to -infinity, the result would be a potential step. ഒരു ഫൈനൈറ്റ് സ്ക്വയർ വെല്ലിൻ്റെ ഒരു x-L/2 എന്നൊരു വാൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പാണ് കിട്ടുക. ഈ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിന് രണ്ട് റീജിയൻസ് ഉണ്ട്, region 1, region 2 and 3. ഈ പൊട്ടൻഷ്യൽ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ v(x)=0, then x <a ആണെങ്കിൽ റീജിയൻ 2 v(x)=v0, x <a റീജിയൻ 3 ആയിരിക്കും. ഇൻ ദിസ് കേസിൽ നമ്മളിവിടെ ഇങ്ങനൊരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൽ നമുക്ക് രണ്ട് കേസ് കൺസിഡർ ചെയ്യാം. E v0യും ഓർ പിന്നെ E v0യും വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി E എന്താണ്? v0നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. ക്ലാസിക്കലി അവിടെ നമ്മൾ എന്താ പറയുക? ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. പക്ഷെ നമ്മളിവിടെ പറയുന്ന കേസ് E v0 ആണ് വെച്ചാൽ ഇവിടെയുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എന്താണ്? പാർട്ടിക്കിളിൻ്റെ എനർജി എന്താണ്? ഇവിടെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ പാർട്ടിക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഓർ എന്തും കൂടി സംഭവിക്കാം, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഈ വാൾ കൂടെ പെനട്രേറ്റ് ചെയ്തു പോകാനുള്ള രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? E v0 ആകുമ്പം പാർട്ടിക്കിൾ എന്ത് ചെയ്തു പോകാം? റിഫ്ലക്റ്റ് ചെയ്തു പോകാം, അല്ലെങ്കിൽ ഈ വാൾ കൂടെ പെനട്രേറ്റ് ചെയ്തു പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. In the case of a particle energy is equal to cross h² k²/2m, where E v0 ആകുമ്പം ഇവിടെയുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ് വരിക? u'(x) + k²u of x = 0 എന്തായിരിക്കും അവിടെ? റീജിയൻ 2 റീജിയൻ 2 ആണ് പറഞ്ഞത്. അവിടെ x <a ആയിരിക്കും. ദെൻ u'(x) - ക്യാപിറ്റൽ k²u of x = 0 അവിടെ എന്തായിരിക്കും? x > a ആയിരിക്കും. ഇവിടെ small k² = 2me/cross h², or capital K² = 2m/cross h² into v0 - c. ഈ രണ്ട് u'(x)ൻ്റെ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്തെടുക്കാം? ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ u of x = a e⁻kx plus b e⁻ikx, ആൻഡ് റീജിയൻ 3ലാണെങ്കിൽ അവിടെ എന്താ പറയുക? u of x = c e⁻kx എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ രണ്ട് റീജിയൻ്റെ സൊല്യൂഷൻ പറഞ്ഞു. u of x = എന്താണ്? a e⁻ikx plus b e⁻ikx. ദെൻ റീജിയൻ 3യിൽ വരുമ്പോൾ u of x = c e⁻kx. ദെൻ ഇവിടെ റീജിയൻ 2ൽ ഇൻ ദി പ്രസൻറ്റ് കേസിൽ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് വിത്ത്, ഇവിടെ ഒരു ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് കേസാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? എവരിവെയർ ദ എനർജി സ്പെക്ട്രം വിറ്റ്സ് കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞു എന്താ?
ഇ ഗ്രേറ്റർ ദാൻ V0 ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? എല്ലാ റേസും എന്ത് ചെയ്യും? അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. അവിടെയുള്ള എനർജി പാർട്ടിക്കിൾസ് എന്താ ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിവിടെ ഈ പറയുന്ന ഇക്വേഷൻ 2 3 e raised to ikx represent the particle moving towards the potential step. e raised to minus ikx correspond to particle moving in the opposite direction. വെച്ചാൽ എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ വെല്ലിൽ നിന്ന് വിട്ടു ആകുന്ന പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൽ നിന്ന് എന്ത് ചെയ്യാം? മൂവിങ് എവേ. e raised to minus kx ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ? പാർട്ടിക്കിൾ മൂവിങ് ടുവേർഡ്സ് ദ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. e raised to minus kx ആണെങ്കിൽ എന്താണ്? പാർട്ടിക്കിൾ എന്താണ്? ഓപ്പോസിറ്റാണ്, പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഈസ്, ഈ പൊട്ടൻഷ്യലിൻ്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് എന്താണ് വരിക? R is equal to mod B/A². From this result, the finite potential well, ഈ റിസൾട്ടിൽ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് പെനട്രേറ്റ് ചെയ്യും. ഫ്രം ദ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്, പൊട്ടൻഷ്യലിൻ്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ R is equal to mod B/A². ഫ്രം ദിസ് റിസൾട്ട് ഓഫ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ എന്തായിരിക്കും? ഈ റിസൾട്ടിൽ നിന്ന് ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ സം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പെനട്രേറ്റ് ദ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. അവിടെ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞു ചില പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ആൾക്ക് പൊട്ടൻഷ്യൽ സ്റ്റെപ്പിലൂടെ പെനട്രേറ്റ് ചെയ്തു പോകും. ഇതെന്താ ഇവിടെ? ദ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ഈസ് 0 എവരിവെയർ. ഇവിടെയുള്ള പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്തായിരിക്കും? എവരിവെയർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആസ് റിസൾട്ട് all the particle incident on the potential step would be reflected by it. എന്താണ്? E less than V0 ആകുമ്പോൾ എന്താണ്? കൂടുതൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റിയാണുള്ളതെന്നാണ് പറയുന്നത്. ആസ് ദ റിസൾട്ട് all the particles incident on the potential step would be reflected by it. Not all of them exactly at x is equal. എല്ലാ പാർട്ടിക്കിളും റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആകുമ്പോഴുള്ള പാർട്ടിക്കിൾസൊക്കെ അവിടെ എന്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആർ വുഡ് ബി യൂണിറ്റി പറയുമ്പോൾ R is equal to 1 ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെയുള്ള പാർട്ടിക്കിളെല്ലാം എന്താണ്? റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. R യൂണിറ്റി എന്ന് പറയുമ്പോൾ R is equal to 1. ഇവിടെ എന്താണ്? പാർട്ടിക്കിൾസ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ 2 and 3 ABC ഈ കോൺസ്റ്റൻറ്റുകൾ ഡിറ്റർമിൻ ചെയ്യാം. ഡിറ്റർമിൻ ദി കോൺസ്റ്റൻറ്റ് യൂസിങ് ദി ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെയുള്ള ABC കോൺസ്റ്റൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ദി കണ്ടിന്യൂറ്റി ഓഫ് ദ വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു A would give as a 2 equation. കണ്ടിന്യൂറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് നമുക്ക് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യും? 2 ഇക്വേഷൻസ് കിട്ടും. കണക്റ്റിംഗ് ദി 3 കോൺസ്റ്റൻറ്റ്, ഈ കോൺസ്റ്റൻറ്റ് ABC കണക്ട് ചെയ്യുന്ന 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അവിടെ ഈ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് കിട്ടുന്നത്? യൂസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ലോഗരിതമിക് ഡെറിവേറ്റീവ്. ദെൻ ഈ കണ്ടിന്യൂറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ യൂസ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ കിട്ടുന്ന 2 ഇക്വേഷൻസ് ആണ് എന്ത്? A e raised to IKA plus B e raised to minus IKA is equal to C e raised to KA. അതിൻ്റെ ഇക്വേഷൻ ഫോർ ഡെറിവേറ്റീവ് എടുക്കുമ്പം IKA e raised to IKA plus minus IKA B e raised to minus IKA is equal to minus K C e raised to minus K
കെ എ. ദെൻ ഐ കെയും കെയും കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ കെ ഇൻറ്റു എ ഇ റേസ് ടു ഐ കെ മൈനസ് ബി ഇ റേസ് ടു മൈനസ് ഐ കെ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എ ഇ റേസ് ടു ഐ കെ പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ഐ കെ എന്ന് കിട്ടും. ഇക്വേഷൻ 4 and 3 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ്, ഇക്വേഷൻ 4 and 3. ദെൻ ഈ ഇക്വേഷൻ 4 and 5, ഇക്വേഷൻ 4ഉം 5ഉം നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എ ബിയും സിയും എന്ത് ചെയ്യും? നമുക്ക് എൻ്റെ ഫോമിൽ കിട്ടും. ഇക്വേഷൻ 4ഉം 5ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിയും സിയും എൻ്റെ ടൈമിൽ കിട്ടും. ദെൻ ബി ബൈ എ ഇസ് ഈക്വൽ ടു ഐ കെ പ്ലസ് കെ ഡിവൈഡഡ് ബൈ ഐ കെ മൈനസ് ക്യാപിറ്റൽ കെ. ഈ ഐ കെ അല്ലാത്തത് ക്യാപിറ്റൽ കെ ആണ് കേട്ടോ. ബി ബൈ എ ഇസ് ഈക്വൽ ടു ഐ കെ പ്ലസ് ക്യാപിറ്റൽ കെ ഡിവൈഡഡ് ബൈ ഐ കെ മൈനസ് ക്യാപിറ്റൽ കെ ഇൻറ്റു ഇ റേസ് ടു 2ik is equal to e raised to 2i capital K of delta. Then C by A is equal to 2ik divided by ik minus capital K into e raised to ik plus k into ik plus k into A is equal to 2 cos delta e raised to I capital K A minus delta. Then C by A നമുക്ക് കിട്ടും 2 cos delta e raised to I k capital K A minus delta into e raised to capital K A എന്ന് കിട്ടും. ഈ ഇക്വേഷൻ 4ഉം 5ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിയും സിയും എൻ്റെ ഫോമിലായിട്ട് രണ്ട് ഇക്വേഷൻ 6 and 7 കിട്ടും. Then we have set നമ്മൾ എന്ത് സെറ്റ് ചെയ്യുക? സ്മോൾ k is equal to 2mv0 by cross h square into cos delta. Capital K is equal to 2mv0 by cross h square into sin delta. ഇനി ഇവിടെയുള്ള ഇക്വേഷൻ 6ഉം 7ഉം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം എഴുതിയിട്ടല്ല ഇക്വേഷൻ 2ലേക്കും 3ലേക്കും എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? വി ഗെറ്റ് യു എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2a e raised to I capital K A minus delta cos k into x minus a plus delta. ഇവിടെ എന്തായിരിക്കും? എക്സ് ലെസ് ദാൻ എ. ദെൻ 2a e raised to I capital K A minus delta into cos delta e raised to minus capital K into x minus a x greater than a. ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? R is equal to mod b by a square is equal to 1. ദെൻ ഇവിടെയുള്ള പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി J is equal to cross h by 2mi into u star of x into du of x by dx minus du star of x by dx into u of x is equal to 0. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? The number of particles refracted by the potential is the same as that the incident on it. ഇവിടെയുള്ള എന്താണ്? ഇവിടെയുള്ള എന്തായിരിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് പൊട്ടൻഷ്യൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. The number of particles reflected by the potential is the same as the incident on it. For a given energy, delta is determined from the equation
tan delta is equal to capital K by small k is equal to V0 by E minus 1 all raised to 1/2. ഇവിടെയുള്ള ഈ ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഇത് റേഷ്യോ വി ബൈ ഇന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത്. all the particles of energy E less than V0 will be reflected by the potential. ഇവിടെ E0 എന്തായിരിക്കും E ലെസ് ദാൻ V0 ആകുമ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ സെപ്പിലുള്ള പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യണം. ക്ലാസിക്കലി എങ്ങനെ പറയാം all particles of energy E greater than V0 would be transmitted. E less than V0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ സെപ്പിലെ പാർട്ടിക്കിൾ എന്താണ് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യും. E greater than V0 ആകുമ്പോൾ അവിടെ എന്താണ് പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെച്ചാൽ ഈ ലെസ് ദാൻ V0 ആകുമ്പോൾ പാർട്ടിക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അവിടെ എന്തായിരിക്കും റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് R എന്തായിരിക്കും 0 ആയിരിക്കും. ദിസ് ഈസ് നോട്ട് സോ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. R വിൽ ബി വാനിഷ് ഓൺലി സഫിഷ്യൻറ്റ്. ഇത് എല്ലായ്പ്പോഴും ഇല്ല. ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ R വിൽ വാനിഷ് ഓൺലി സഫിഷ്യൻറ്റ് ലാർജ് വാല്യൂ. R എന്താണ് ചെയ്യുന്നത് ഒരു ചില സഫിഷ്യൻറ്റ് കേസിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത് R വാനിഷ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞത് കൺസർവേഷൻ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ പറയുന്നത് ഒരു കണ്ടീഷനാണ്. പാർട്ടിക്കിൾ കൺസർവേഷൻ ലോ ഒബേ ചെയ്യണമെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിറ്റഡ് കോഎഫിഷ്യൻ്റ് സം എന്തായിരിക്കണം 1 ആയിരിക്കണം. ദ കൺസർവേഷൻ ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് R പ്ലസ് T ഈസ് ഈക്വൽ ടു 1 ഇൻ ഓൾ കേസ്. ഒരു പാർട്ടിക്കിളിൻ്റെ കൺസർവേഷൻ ലോ ഒബേ ചെയ്യണമെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് സം എന്തായിരിക്കണം സം 1 ആയിരിക്കണം. വേറെ ഇവിടെ T എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം T ഈസ് ഈക്വൽ ടു ട്രാൻസ്മിറ്റഡ് കറണ്ട് ബൈ ഇൻസിഡൻറ്റ് കറണ്ട്. T ഈസ് ഈക്വൽ ടു സ്മോൾ k1 ബൈ ക്യാപിറ്റൽ K ഇൻറ്റു മോഡ് C ബൈ A സ്ക്വയർ. ഇവിടെ സ്മോൾ k1 ഈസ് ഈക്വൽ ടു I ക്യാപിറ്റൽ K ആണ് വെച്ചാൽ ഈസ് ഈക്വൽ ടു 2m by cross h square into E minus V0 all raised to 1/2. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ സം ചെയ്ത് പറയുകയാണെങ്കിൽ E ഗ്രേറ്റർ ദാൻ V0 ആണെങ്കിൽ അവിടെ എന്താണ് പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൽ എന്താണ് നടക്കുക പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൽ പാർട്ടിക്കിൾസ് എന്തായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുമായിരിക്കും. E ഗ്രേറ്റർ ദാൻ V0 ആകുമ്പം പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുക ട്രാൻസ്മിറ്റ് ചെയ്യണം. അവിടെയുള്ള ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് അപ്പോൾ എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി ഈ ലെസ് ദാൻ V0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിൽ പാർട്ടിക്കിൾ എന്താണ് ചെയ്യാം റിഫ്ലക്റ്റഡ് ആണ് ചെയ്യുക. അവിടെ എന്തായിരിക്കും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് T അവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് ഈ ലെസ് ദാൻ V0 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പാർട്ടിക്കിൾസ് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യണം. R is equal to എന്തായിരിക്കും 1 ആയിരിക്കും. അവിടെ R is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും T 0 ആയിരിക്കും. T 0 ആണെങ്കിൽ എന്തായിരിക്കും പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. സോ ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.